ഷിരഡി സായിബാബയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന വാക്ക് അത്ഭുതം എന്നാണ്. അത്ഭുതങ്ങളുടെ ഗുരുവാണ് സായിബാബ, അത്ഭുതങ്ങളുടെ ഭാവയാണ് സായിബാബ. സായിബാബയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. സായിബാബ ഇന്ന മതത്തിൽപ്പെട്ട ആളായിരുന്നു, ആ മതത്തിൽപ്പെട്ട ആളായിരുന്നു, അവധൂതനായിരുന്നു, അങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ടെങ്കിലും എപ്പോഴും സായിബാബയെക്കുറിച്ച് ചോദിക്കുന്ന ആളുകളോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. അക്കൽക്കോട്ട് സ്വാമി പറഞ്ഞത്. അക്കൽക്കോട്ട് സ്വാമി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ സമാധിയാകുന്നു, ഇനി ഷിരഡിയിൽ ഉണ്ടാകും ഞാനെന്നാണ്. അതായത് ദത്താത്രേയന്റെ അവതാരമായിട്ടുള്ള അക്കൽക്കോട്ട് സ്വാമി പറയുന്നു, ഇനി അടുത്തത് ഞാൻ ഷിരഡിയിലാണ് അവതരിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, മഹാരാഷ്ട്ര എന്നത്, നോർത്ത് ഇന്ത്യ എന്നത് ദത്താത്രേയന്റെ പരമ്പര കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നിബിഡമായിട്ടുള്ള ഏറ്റവും സമ്പന്നമായിട്ടുള്ള ആത്മീയ ചരിത്രമുള്ള സ്ഥലമാണ്. നാഥ് പന്ത് യോഗികളായിക്കൊള്ളട്ടെ, നമ്മളിപ്പോൾ ഏത് തലത്തിൽ ചിന്തിച്ചാലും, ഇപ്പോൾ അവധൂത പരമ്പരയിലൊക്കെ ചിന്തിച്ചാലും ദത്താത്രേയനില്ലാത്തൊരു പരമ്പരയില്ല. അപ്പോൾ ആ അവധൂത പരമ്പരയിൽ ഏറ്റവും വലിയ അവധൂതൻ അത് ദത്താത്രേയൻ തന്നെയാണ്. ആ ദത്താത്രേയന്റെ അവതാരമാണ് അക്കൽക്കോട്ട് സ്വാമി. ആ അക്കൽക്കോട്ട് സ്വാമി, ദത്താത്രേയനായ അക്കൽക്കോട്ട് സ്വാമിയുടെ അടുത്ത അവതാരമാണ് സായിബാബ. ഇതാണ് ശരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് സായിബാബ ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് വന്നു, എൻ്റെ മാതാപിതാക്കൾ ആരാണ്, അല്ലെങ്കിൽ ഞാൻ ഏത് മാർഗമാണ്, ഏത് പരമ്പരയിലുള്ള ആളാണെന്ന് പറയാത്തത്? പലരും പറയും സൂഫി ഫക്കീറാണ്, അല്ലെങ്കിൽ ഇന്ന പരമ്പരയാണ്, എന്തൊക്കെ പറഞ്ഞാലും സായിബാബ ഇതൊന്നും അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? സായിബാബ ഇതെല്ലാം കടന്നു നിൽക്കുകയാണ്. പരമ്പരയ്ക്കപ്പുറം, ചിന്തകൾക്കപ്പുറം, മതത്തിനപ്പുറം എല്ലാം കടന്നു നിൽക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗുരുവാണ് സായിബാബ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി അതിനപ്പുറം ഏതൊരു മനുഷ്യനെയും തുല്യനായി കാണാനുള്ള, കണക്കാക്കാനുള്ള ആത്മീയമായ തലമാണ് സായിബാബയുടേത്. അതുകൊണ്ടാണ് സായിബാബയ്ക്ക് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. അതുകൊണ്ട് തന്നെയാണ് സായിബാബ ഞാൻ ഇന്ന മതത്തിലെ ആളാണ്, ഇന്ന ജാതിയിലെ ആളാണ് ഒന്നും പറയാഞ്ഞത്. നമ്മൾ തന്നെ കണക്കാക്കുകയാണ്. സായിബാബ ചിലപ്പോൾ ചിലർ പറയും ബ്രാഹ്മണനാണ്, ബ്രാഹ്മണനായിട്ടുള്ള ദമ്പതിമാർക്ക് ജനിച്ചു, പിന്നീട് മുസ്ലിം ദമ്പതിമാർ വളർത്തി, ഇങ്ങനെ പല കഥകൾ മെനഞ്ഞെടുത്തെങ്കിലും സായിബാബ ഒരിക്കലും സായിബാബയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മൾ എന്തിനാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നത്? നമ്മൾക്കിഷ്ടമുള്ള രീതിയിൽ സായിബാബയെ കാണാനാണ്. ഏതൊരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സായിബാബയെ കാണാം. പക്ഷേ യഥാർത്ഥ സായിബാബ ഇതെല്ലാം കടന്ന് ഈ ശരീരം എന്നുള്ള ചിന്ത തന്നെ വെടിഞ്ഞ ആളാണ് സായിബാബ. ആ സായിബാബയ്ക്ക് മുസ്ലിം എന്ന് പറഞ്ഞാലും ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാലും ഹിന്ദു എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അതിപ്പോൾ ഏത് മഹാഗുരുവിൻ്റെ കാര്യത്തിലാണെങ്കിലും, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കാര്യം തന്നെ നമുക്കറിയാം. എല്ലാ തരത്തിലുള്ള പ്രാക്ടീസും എല്ലാ തരത്തിലുള്ള മതങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ആരാധനാ രീതികളും ഒന്ന് ചെയ്തു നോക്കിയിട്ടുള്ള ആൾ തന്നെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. എല്ലാത്തിൻ്റെയും എസൻസ് ഒന്നാണെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് അറിയാം, നമ്മളെ അറിയിക്കാൻ വേണ്ടി. ഇതൊക്കെ അവരുടെ ഒരു ലീലയാണ്, നാടകമാണ് നമ്മളെ മനസ്സിലാക്കാൻ. ഈ നാടകം കളിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രശ്നം. എന്തൊക്കെയാണെങ്കിലും ഏത് രീതി സായിബാബയെ കണ്ടാലും സായിബാബയുടെ ചരിത്രം ഒന്നും തപ്പിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. സായിബാബ ആരാണെന്ന് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. സായിബാബയുടെ ഫിലോസഫി മനസ്സിലാക്കുക. പലരും ഓം സായിറാം എന്നൊക്കെ പറഞ്ഞ് ഗ്രീറ്റ് ചെയ്ത് തുടങ്ങാറുണ്ടെങ്കിലും സായിബാബയുടെ കോറായിട്ടുള്ള ഫിലോസഫി അറിയത്തില്ല. അത് തന്നെയാണ് ഇവർ പറയുന്നത്. സായിബാബയുടെ കോറായിട്ടുള്ള ഫിലോസഫി അറിയാവുന്ന ഒരാളാണെങ്കിൽ ആ രീതിയിൽ ജീവിതം മാറ്റും. പലരും പല ഗുരുക്കന്മാരെയും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ള രീതിയിൽ ജീവിതം മാറ്റാൻ ആരും തയ്യാറല്ല. അപ്പോൾ ഇതൊക്കെയാണ് സായിബാബയെക്കുറിച്ച് പറയാനുള്ള ഒരു ഓവർവ്യൂ. സായിബാബ ഉന്നതമായൊരു ഗുരുവാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ സായിബാബയുടെ ലിഖിത ജപത്തെക്കുറിച്ചാണ്. ഓം സായിറാം എന്നുള്ള മന്ത്രം, നാമമന്ത്രം. ഇത് സായിബാബ പറഞ്ഞതൊന്നുമല്ല. അതിനുശേഷം സായിബാബയുടെ അനുചാരകർ സായിബാബയെ ഓർക്കുമ്പോൾ സായിബാബ തന്നെ അവരുടെ മനസ്സിൽ പകർന്നേക്കിയ കാര്യമാണ്. അപ്പോൾ ഈ ഓം സായിറാം എന്നുള്ള ഈ നാമമന്ത്രം ലിഖിത ജപം ചെയ്യുമ്പോൾ വളരെയധികം ഫലമുണ്ടാവും. ഇത് ഞാൻ പറയുന്നതല്ല, വലിയ സായി ഭക്തർ ലിഖിത ജപം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നേടിയതിനു ശേഷം സായി ഭക്തർ എന്നോട് പറയുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ആരുടെയെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് ആണ്. എല്ലാ ദേവതമാരെയും എല്ലാ ഗുരുക്കന്മാരെയും വിളിക്കാൻ ഒരാളുടെ മനുഷ്യജീവൻ തികയില്ല. അത് മാത്രമല്ല, നമ്മളുമായിട്ട് ബന്ധമുള്ള ഗുരുവിനെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്രകാരം സായിബാബയായിട്ട് ബന്ധമുള്ളവർ തിരഞ്ഞെടുത്ത് സായിബാബയ്ക്ക് വേണ്ടി ലിഖിത ജപം ചെയ്ത്, സായിബാബയ്ക്കല്ല അവരുടെ കാര്യത്തിന് വേണ്ടി സായിബാബയുടെ ലിഖിത ജപം ചെയ്ത് അവർ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. സായി ഭക്തരുടെ ഏറ്റവും വലിയൊരു ഗുണം, അവരെന്തെങ്കിലും നേടിയെടുത്താൽ മറ്റുള്ളവരോടും കൂടി പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ്. അത് സായി ഭക്തരിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒരാൾ രക്ഷപ്പെട്ടാൽ മറ്റൊരാളെ രക്ഷപ്പെടുത്തിയിരിക്കും. ഓം സായിറാം എന്ന് എഴുതി എനിക്കൊരു ഫലമുണ്ടായെന്ന് പറഞ്ഞാൽ അത് ഇന്ന ആളോട് പറയും. അങ്ങനെ എന്നോടൊരു നോർത്ത് ഇന്ത്യൻ സുഹൃത്ത് കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് സായിബാബയുടെ ലിഖിത ജപം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം. സായി സച്ചരിത് ലിഖിത ജപം ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിനും അപ്പുറം അയാൾ പറഞ്ഞ കാര്യം ഓം സായിറാം എന്ന്
108 തവണ 2 നേരമൊക്കെ ലിഖിത ജപം ചെയ്ത് ഒരു നിശ്ചിത ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് ഇത്ര ദിവസം കൊണ്ട് ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര 1000 ഞാൻ ജപിച്ചേക്കാം അല്ലെങ്കിൽ ലിഖിത ജപം ചെയ്തേക്കാമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഏതൊരു കാര്യത്തിന് നമ്മൾ എയിം ചെയ്താലും ഏതൊരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിച്ചാലും അത് നടക്കും എന്നുള്ളതാണ്. നമ്മൾ ശ്രീരാമൻ്റെ ലിഖിത ജപത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, ശ്രീരാമ ഭഗവാന്റെ ലിഖിത ജപത്തെക്കുറിച്ച്. അതേപോലെ തന്നെ ഗുരുക്കന്മാരിൽ സായിബാബയുടെ ലിഖിത ജപം വളരെയധികം ഫലവത്തും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പേർ അനുചരിച്ചു വരുന്നൊരു കാര്യമാണ്. അതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചുമന്ന മഷിയുള്ള പേന ഉപയോഗിച്ചാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചുമന്ന മഷിയുള്ള പേന വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ, ഇനി ഏത് മഷിയാണെങ്കിലും കുഴപ്പമില്ല, ഏത് നിറമാണെങ്കിലും കുഴപ്പമില്ല, സായിബാബ ഉറപ്പായിട്ട് നമ്മളെ രക്ഷിച്ചുകൊള്ളും. നമ്മൾ ഒരു ലിഖിത ജപം ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു, നമ്മളുടെ എല്ലാ തലവും, നമ്മളുടെ കണ്ണ് ആ എഴുതുന്നത് കാണുന്നു, നേത്രം കൊണ്ട് നമ്മൾ അത് കാണുന്നു, നമ്മൾ കൈകൾ കൊണ്ടത് എഴുതുന്നു, നമ്മൾ മനസ്സുകൊണ്ടോ നാവ് കൊണ്ടോ ജപിക്കുന്നു, മനസ്സുകൊണ്ടും നാവ് കൊണ്ടും ഒരേ സമയം ജപിക്കുന്നു, മാനസികമായിട്ടും അതുപോലെ തന്നെ വൈഖരിയായിട്ടുള്ള ജപം സംഭവിക്കുന്നു, കാതുകൾ കൊണ്ട് കേൾക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, നമ്മളുടെ ശരീരത്തിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ജപം ചെയ്യുമ്പോൾ ആ ജപത്തിൻ്റെ ഫലമൊന്നും വേറെ തന്നെയാണ്. അതാണ് ഈ ലിഖിത ജപത്തിന് ഇത്രത്തോളം പ്രത്യേകത വരാൻ കാരണം. അതുകൊണ്ടാണ് ഈ ലിഖിത ജപം കൊണ്ട് പല അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളും, വലിയ പൂജകൾ ചെയ്തിട്ട് പോലും നടക്കാത്ത കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അപ്രകാരം ഓം സായിറാം എന്ന് രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ഒരു നേരം 108 തവണ ജപിച്ച് അല്ലെങ്കിൽ എഴുതി മുന്നോട്ട് പോയി ഒരു നിശ്ചിത സംഖ്യ മനസ്സിൽ കരുതി ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നമ്മൾ വ്രതം എടുത്ത് അല്ലെങ്കിൽ നമ്മൾക്കിഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു സങ്കല്പം ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫലം ലഭിക്കും. അത് സായി ഭക്തർ പറയുന്നതാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സായി ഭക്തർ. നോർത്ത് ഇന്ത്യൻ സായി ഭക്തരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് അക്കൽക്കോട്ട് സ്വാമിയുടെ കണക്ഷൻ അറിയാം, സായിബാബയുടെ കോർ ഫിലോസഫി അറിയാം, സായിബാബയെക്കുറിച്ച് നമ്മൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാം. ഇപ്പോൾ പലരും കേരളത്തിൽ സായി ഭക്തരുണ്ടെങ്കിലും അവർക്കൊന്നും സായിബാബയുടെ ഫിലോസഫി അറിയില്ല, അവധൂത പരമ്പരയെക്കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ അവധൂതൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവർ സായിബാബ മുന്നോട്ട് വെച്ച ആശയം എന്താണ്, ആത്മീയമായിട്ടുള്ള ആ വഴി എന്താണ്. ഓരോ ഗുരുവിനും ഓരോ പാതയാണ്. ശങ്കരാചാര്യർക്കുള്ള പാതയല്ല മധ്വാചാര്യർക്കുള്ള പാതയല്ല രാമാനുജാചാര്യർക്ക്. അപ്പോൾ ഒന്ന് അദ്വൈതമാണെങ്കിൽ ഒന്ന് ദ്വൈതമാണ്. അങ്ങനെ ഇവരുടെ ഫിലോസഫിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്രകാരം സായിബാബയുടെ ആത്മീയ പാത ഏതാണ്, സായിബാബയുടെ ഫിലോസഫി ഏതാണ് എന്ന് മനസ്സിലാക്കിയൊന്നുമല്ല എല്ലാവരും സായിബാബയെ ആരാധിക്കുന്നത്. ആ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി പ്രയാസവുമാണ്. സായി ഭക്തരൊക്കെ ആകാൻ പറ്റും, സായിബാബയോടാക്കാൻ കഴിഞ്ഞാൽ ഭക്തി കാണിക്കാൻ പറ്റും. പക്ഷെ സായിബാബ കാട്ടിത്തന്ന വഴിയിൽ നടക്കുന്നത് ഇത്തിരി പ്രയാസപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ മാത്രമല്ല, ഇപ്പോൾ ചിലപ്പോൾ ഞാൻ സായി ഭക്തനായിരുന്നെങ്കിൽ എനിക്ക് പോലും ചിലപ്പോൾ ആ പാതയിൽ നടക്കാൻ സാധിക്കില്ല. ഇത് അറിയുക എന്നുള്ളതൊരു മഹാഭാഗ്യമാണ്. സായിബാബ ഏത് തലത്തിലാണ് ചിന്തിച്ചത് എന്ന് മനസ്സിലാക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യം ലഭിച്ചിട്ടും നമ്മൾ ആ പാതയിൽ നടന്നില്ലെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. പക്ഷേ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേര് സായി ഭക്തരുണ്ട്. പക്ഷെ അവർക്ക് സായിബാബയുടെ യഥാർത്ഥ കോർ കാര്യം, ആ കോർ ഫിലോസഫി അറിയില്ല. വളരെ സ്നേഹത്തോടു കൂടി പറയാണ്, അതും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എനിക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്നതൊന്നുമല്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷെ സായി ഭക്തർ, ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന സായി ഭക്തർ പറയുന്നത് നമ്മൾക്കിതൊന്നും അറിയില്ല എന്ന് തന്നെയാണ്. അല്ലാതെ ഇപ്പം ഞാൻ വലിയ സംഭവമാണെന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ എനിക്കിതറിയാമെന്ന് പറയുന്നതല്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷേ എനിക്കറിയാവുന്നത് വെച്ചൊരു കാര്യം അറിയാം, നമ്മൾ കാണുന്ന സായി ഭക്തരൊന്നും അല്ല യഥാർത്ഥ സായി ഭക്തർ. യഥാർത്ഥ സായി ഭക്തർ ആ ഫിലോസഫിയും കൂടെ ഫോളോ ചെയ്യണം. സായിബാബ നിലനിന്ന പോലെ അല്ലെങ്കിൽ സായിബാബ ചിന്തിച്ച പോലെ ഉള്ള ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കണം. എന്നിട്ട് സായിറാം എന്ന് ജപിക്കുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാകും. എന്തൊക്കെയാണെങ്കിലും ഇനി ഇതൊന്നും അറിയാതെ ജപിച്ചാലും, സായിബാബ ആരാണെന്ന് പോലും അറിയത്തില്ലാതെ ജപിച്ചാലും, ശിരഡി സായിബാബയുടെ മുന്നിൽ വെച്ചാണ് അല്ലെങ്കിൽ സായിബാബയെ ഓർത്താണ് നമ്മൾ ജപിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം ഉണ്ടാവും. ഇപ്പോൾ സായിബാബ ആരാന്നറിയില്ല, ഒരാൾ പറഞ്ഞു ഓം സായിറാം എന്ന് ജപിച്ചോളാം, അങ്ങനെ തന്നെ ഒരുപാട് പേരുടെ അനുഭവമുണ്ട്. സായിബാബ ആരാണെന്ന് അറിയില്ലാത്ത സാഹചര്യത്തിൽ പോലും സായിബാബ എവിടെ ജനിച്ചു, എങ്ങനെ വളർന്നു, അല്ലെങ്കിൽ ശിരഡിയിലെ സായിബാബയാണെന്ന് പോലും അറിയത്തില്ലാഞ്ഞിട്ടും ഇന്നതാണ് സായിബാബ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് സായിബാബയാണ്, സായിബാബയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഓം സായിറാം എന്ന് ലിഖിത ജപം ചെയ്തോളൂ അല്ലെങ്കിൽ ജപിച്ചുകൊള്ളൂ എന്ന് പലരും ജീവിതത്തിൽ തളർന്നു കിടക്കുന്ന ആളുകളോട് പറഞ്ഞിട്ട് പോയിട്ട് അവർക്ക് എത്രത്തോളം ഫലം ഉണ്ടായിട്ടുണ്ടെന്നറിയാം. അതൊരിക്കലും ഞാൻ പറയുന്നതായിട്ട് വിചാരിക്കരുത്, വലിയ സായി ഭക്തർ പറയുന്ന കാര്യമാണ്. പലരും പറയാറുണ്ട്, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ
നട്ടം തിരിഞ്ഞ് നിന്നപ്പോൾ എങ്ങോട്ട് പോകണം എന്നറിയത്തില്ലാതെ നിന്നപ്പോഴാണ് ഒരാൾ വന്നിനോട് സായിറാം എന്ന് ജപിക്കാൻ പറഞ്ഞത്. ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് ഫലം ഉണ്ടായി. പിന്നീടാണ് ഞാൻ സായിബാബ ആരാണെന്ന് മനസ്സിലാക്കുന്നതെന്ന് പോലും പലരും പറഞ്ഞിട്ടുണ്ട്. അതും ഏതൊക്കെ നിലയിൽ നിൽക്കുന്നവരാണെന്നറിയാമോ? സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ നിൽക്കുന്നവരായിരിക്കും, ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നവരായിരിക്കും, ഏത് നിലയിൽ നിൽക്കുന്നവരാണെങ്കിലും അവർക്ക് എന്ത് പ്രശ്നം വന്നാലും, ഏത് ജാതി, ഏത് മതം, ഏത് വർഗം, ഏത് വർണ്ണമാണെങ്കിലും സായിബാബയെക്കുറിച്ച് ജപിക്കുമ്പോൾ, സായിബാബയെക്കുറിച്ച് അറിയുമ്പോൾ, സായിബാബയുടെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ ലിഖിത ജപം ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ഫലം ലഭിക്കാറുണ്ട്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാണ് ഈ ലിഖിത ജപം. ഒന്ന് ചെയ്ത് നോക്കൂ. ഫലം ലഭിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, പറയണമെന്ന് പോലും ഇല്ല, അത് മനസ്സിരുന്നാൽ മതി. ഫലം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, സായിബാബയെ ഞാൻ ജപിച്ചിട്ടില്ല, പറയുമ്പോൾ എല്ലാം പറയുന്നു. സായിബാബയുടെ ലിഖിത ജപം ചെയ്തിട്ടില്ല, സായിബാബയുടെ ജപം ചെയ്തിട്ടില്ല. പക്ഷെ ജപം ചെയ്ത ഭക്തർ, അനുഭവസ്ഥരായവർ പറയുന്നു. ആ അനുഭവസ്ഥരായവരെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, ദൈവത്തിലാണെങ്കിലും. അതുപോലെ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ഒരു യുക്തിബോധം വെച്ചും നമ്മൾ സായിബാബയെക്കുറിച്ച് കേട്ടത് വെച്ചും അറിഞ്ഞത് വെച്ചും എല്ലാം ഇത് സത്യമാകാനാണ് വഴി. അതുകൊണ്ടാണ് എത്രത്തോളം സായിബാബയെ താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും, എത്രത്തോളം സായിബാബയെക്കുറിച്ച് പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ടും ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഗുരു സായിബാബയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഫലം തന്നെയാണ്. എല്ലാവർക്കും ഫലം ലഭിക്കുന്നുണ്ട്. ജപിക്കുന്ന എല്ലാവർക്കും തന്നെ ഫലം ലഭിക്കുന്നുണ്ട്. വിളിക്കുന്ന എല്ലാവർക്കും തന്നെ ഫലം ലഭിക്കുന്നുണ്ട്. അതും വർഷങ്ങൾ കഴിഞ്ഞൊന്നുമല്ല. ഇന്ന് ജപിച്ചാൽ അടുത്ത ദിവസം കിട്ടും, ഈ ആഴ്ച ജപിച്ചാൽ അടുത്ത ആഴ്ച കിട്ടും. അതാണ് സായിബാബയുടെ പോളിസി. ദുഃഖത്തിലാണ്ടിരിക്കുന്ന ഒരാൾക്ക് സായിബാബ എപ്പോഴും ഒരു കൈത്താങ്ങാണ്. എപ്പോഴും ഗുരുക്കന്മാരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ. ഇരുട്ടിൽപ്പെട്ട് ഉഴണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വെളിച്ചമായി ഗുരു വരുന്നത്. അതുപോലെ തന്നെയാണ് സായിബാബ. ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രകാശം ഏറ്റി വെച്ചിട്ട് പോയിട്ടുണ്ട്. ഒരാൾക്ക് ഒരു തളർച്ചയും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും, എങ്കിൽ തളർച്ച ഒട്ടും ഇല്ലതാനും. അതിനൊരു സൈഡ് എഫക്റ്റ് ഇല്ല. പിന്നീടൊരു പ്രശ്നമില്ല. ഇപ്പോൾ പലരും വലിയ മൂർത്തികളൊക്കെ വിളിക്കാറുണ്ട്, വലിയ ഉഗ്രമൂർത്തികളെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള മൂർത്തികളെ വിളിക്കാറുണ്ട്. ആ മൂർത്തികൾക്ക് പ്രശ്നമില്ല. പക്ഷെ അത് ആചരിച്ച് കൊണ്ടുപോകൽ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾക്ക് പറ്റിയ കാര്യമൊന്നുമല്ല. പലരും അങ്ങനെ മൂർത്തികളെ വിളിച്ച് പല പ്രശ്നങ്ങളിലേക്കും ചാടിപ്പോകാറുണ്ട്, പെട്ടുപോകാറുണ്ട്. ആ സമയത്താണ് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഗണേശ ഭഗവാനും സായിബാബയും ഒക്കെ നമ്മൾക്ക് എപ്പോഴും അനുഗ്രഹമൂർത്തികളായിട്ട് നിൽക്കുന്നത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഏറ്റവും സുന്ദരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പെട്ടെന്ന് ഫലം ലഭിക്കാനും ഒക്കെ സായിബാബയെ ആശ്രയിക്കാം, ആരാധിക്കാം. സായിബാബയുടെ വൈഖരിയായിട്ട് വേണമെങ്കിലും ജപിക്കാം. ഓം സായിറാം എന്ന് നമുക്ക് ജപിക്കാം. ഇനി ലിഖിത ജപം വേണമെങ്കിലും ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും നേരായ മാർഗത്തിലുള്ള ഏതൊരു ആഗ്രഹത്തിനും, സായിബാബയുടെ കാര്യത്തിൽ ആ ഒരു കാര്യമുണ്ട്, നേരായ കാര്യത്തിന് വേണ്ടി മാത്രം സായിബാബയെ വിളിക്കുക. സായിബാബയെ വിളിച്ചുകൊണ്ടും നമ്മൾ പലതരത്തിലുള്ള മോശം പ്രവർത്തികളിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സായിബാബ ശിക്ഷിക്കുന്ന പോലെ ആ സമയത്തൊന്നും ശിക്ഷ കിട്ടില്ല. വിളിക്കുമ്പോഴൊക്കെ നല്ല അനുഗ്രഹം കിട്ടും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെങ്കിൽ സായിബാബ ഉപേക്ഷിച്ചിട്ട് പോകും. ഇത് പലരുടെയും ചരിത്രമാണ്. ഉപേക്ഷിച്ചിട്ട് പോയാൽ നമ്മൾ ഒരു 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് പോലെയാണ്. സായിബാബ അത്രത്തോളം ഉയർത്തും, സാമ്പത്തികമായിട്ടും നമുക്ക് പല കാര്യത്തിലും സായിബാബ നമ്മളെ ഒരുപാട് ഉയർത്തും. അത് കഴിഞ്ഞ് ആ ഉയർച്ചയിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ പല റോങ് പരിപാടിയും ചെയ്യുന്നത്, അല്ലെങ്കിൽ മോശം പ്രവൃത്തി ചെയ്യുക. അങ്ങനെ മോശം പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടുന്ന് സായിബാബ കൈവിടും. മോശം പ്രവൃത്തി ചെയ്താൽ മാത്രമേ, തെറ്റ് ചെയ്താൽ മാത്രമേ സായിബാബ കൈവിടുകയുള്ളൂ. അത് നമ്മളുടെ ഗുരുക്കന്മാരും അങ്ങനെയാണല്ലോ, തെറ്റ് ചെയ്താൽ നമ്മളെ ശിക്ഷിക്കും. അത് തന്നെയാണ് ബാബയുടെ കാര്യത്തിലും. ബാബ ഗുരുവാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക, ബാബ ഗുരുവാണ്. ആ ഗുരുവാണെന്നുള്ള രീതിയിൽ എങ്ങനെയാണോ ഒരു ഗുരുവിനോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, ഗുരുവിനെ എങ്ങനെയാണോ പൂജിക്കുന്നത്, അതേപോലെ സായിബാബയെ ആരാധിക്കുക. അതിനുള്ള ഫലം ഉറപ്പായിട്ടും ലഭിക്കും. അഹോബിലം അഹോബിലം.